അള്ളാഹുവിൻ്റെ അടിമകൾ അള്ളാഹുവിൻ്റെ അതിഥികളായി മാറി അള്ളാഹുവിൻ്റെ അതിഥികളിൽ നിന്ന് അള്ളാഹുവിൻ്റെ കൂട്ടുകാരായി മാറുന്നതായിരുന്നു പരിശുദ്ധ ഹജ്ജിൻ്റെ തലം എന്ന് പറയുന്നത്. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ശേഷം ലോകത്തെ മുഴുവൻ മുസ്ലിം സമൂഹവും അല്ലാഹു അക്ബർ എന്ന തക്ബീർ മുഴക്കി ബലിപെരുന്നാളിലേക്ക് പ്രവേശിക്കുകയാണ്. ബലിപെരുന്നാളിന്റെ ഏറ്റവും വലിയ മർമ്മം എന്ന് പറയുന്നത് തക്ബീർ മുഴക്കുന്നതും ബലിയെറുക്കുന്നതുമാണ്. തക്ബീറാണ് ബലിയുടെ മർമ്മം, ബലിയാണ് തക്ബീറിന്റെ മർമ്മം. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, നാം ആലോചിച്ച് നോക്കുക. ആകാശത്തുള്ളവന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അംഗീകരിച്ചു കൊടുക്കുന്ന അല്ലാഹു അക്ബർ എന്ന തക്ബീർ മുഴക്കിക്കൊണ്ടാണ് സത്യവിശ്വാസിയുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത്. അത് ബലിപെരുന്നാളിന്റെ ദിവസം മാത്രമല്ല. അല്ലാഹു അക്ബർ എന്ന് പലപ്പോഴും നാം മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ 300-ലധികം തവണ ഒരു ദിവസം ശരാശരി ഓരോ മുസ്ലിമും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദപ്രയോഗമാണ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അള്ളാഹു അല്ലാത്തതെല്ലാം ചെറുതാണ്. എന്റെ ജീവിതത്തെ വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നിങ്ങനെ ഓരോ ദിവസവും ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നിലേക്ക് ഘടിപ്പിക്കുന്നതാണ് എന്റെ അല്ലാഹു അക്ബർ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ വർത്തമാനമാണ്. അതേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഓർമ്മകളിലാണ് ഞാനും നിങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ തക്ബീർ ആരംഭിക്കേണ്ടത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാവുകളിൽ നിന്ന് ആരംഭിക്കുന്ന തക്ബീർ നമ്മുടെ കാതുകളിലൂടെ, നമ്മുടെ ഹൃദയങ്ങളിലൂടെ, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് അത് വ്യാപിക്കേണ്ടതുണ്ട്. അവിടെയാണ് ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതമുണ്ടല്ലോ, എന്റെ ആരാധനാ കർമ്മങ്ങളുണ്ടല്ലോ, എന്റെ ത്യാഗ പരിശ്രമങ്ങളുണ്ടല്ലോ, എന്റെ ജീവിതവും എന്റെ മരണവും അടങ്ങുന്ന സകലമായ പ്രക്രിയകളെയും ഏതൊരു ശക്തിയുടെ മുമ്പിലാണോ എനിക്ക് സമർപ്പിക്കാനുള്ളത്, ആ സമർപ്പണത്തിന്റെ ഒന്നാമത്തെ വിജയപ്രഖ്യാപനമാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. ഏത് അല്ലാഹുവിനെ കുറിച്ച്? ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് അതിന്റെ ഏറ്റവും കേന്ദ്ര പ്രമേയം എന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത മറ്റൊരു ഇലാഹില്ല എന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉൾപ്പെടെ അഷ്റഫുൽ ഖൽഖ് അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും അധ്യാപനമാണ്. ആ അധ്യാപനത്തെയാണ് എന്റെ തക്ബീറിലൂടെ ആകാശത്തുള്ളവന്റെ മഹത്വം വാഴ്ത്തിയിട്ട് ആ ജീവിതത്തെ ഞാൻ ഇങ്ങോട്ട് സാംശീകരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പ്രിയമുള്ളവരെ ബലിപെരുന്നാൾ നമ്മോട് പറയുന്നുണ്ട്. ബലിയെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ കഴിക്കുക, നിങ്ങൾ കഴിച്ചുകൊള്ളുക, നിങ്ങൾ കഴിപ്പിക്കുകയും ചെയ്യുക. ആകാശത്തുള്ളവനെ കുറിച്ച് നിങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഏതൊരു ആരാധനാകർമ്മവും, ഇസ്ലാമിന്റെ ഏതൊരു ആഘോഷകർമ്മവും വിശ്വാസികളുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നത് അള്ളാഹുവിനോടുള്ള നിങ്ങളുടെ ബാധ്യതകൾ കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങണം, നിങ്ങൾ മണ്ണിനോട് ഒട്ടി നിൽക്കണം. നിങ്ങൾ ഉയർത്തിയ തക്ബീറിന്റെ സാരാംശങ്ങളെ ജീവിതത്തെ മനോഹരമാക്കി കൊണ്ടുവരാൻ കഴിയുന്നത് നിങ്ങളുടെ ബലിയിലൂടെയാണ്. നിങ്ങൾ ബലിയെറുക്കുന്ന ഒരുവിന്റെ രക്തവും ഒരുവിന്റെ ശരീരവുമല്ല അറുക്കുകയും ഒഴുക്കുകയും ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ബലിയെറുക്കേണ്ടത് നിങ്ങളുടെ ദൗർബല്യങ്ങളെയാണ്. നിങ്ങൾ ബലിയെറുക്കേണ്ടത് നിങ്ങളുടെ സ്വപ്നങ്ങളെയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരിക്കൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്ന ചിന്തയാണ് എനിക്ക് ശേഷം ഒരു മകനില്ലല്ലോ എന്നത്. ആ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്ന ചിന്തകൾക്കപ്പുറം സന്തോഷിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയപ്പോ പിന്നെയും ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്ന അടുത്ത ചിന്തയിലേക്ക് വരികയാണ്, ആ മകനെ ഞാൻ ബലിയെറുക്കേണ്ടിയിരിക്കുന്നു, എന്റെ റബ്ബ് എന്നോടങ്ങനെ ആവശ്യപ്പെട്ടിരിക്കുന്നു. പാതിരാത്രി കണ്ണു തുറന്നു നോക്കുന്ന
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്നം കണ്ടതിന് ശേഷം ഞെട്ടിയുണർന്നു നോക്കുമ്പോ മനസ്സ് വല്ലാതെ ആവലാതിപ്പെടുന്നുണ്ട്, മനസ്സ് വല്ലാതെ വേവലാതിപ്പെടുന്നുണ്ട്. പക്ഷെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അനുഭവിക്കാൻ കഴിഞ്ഞ ആ ദിവ്യാനുരാഗത്തിന്റെ ഒരു പരിമളം എന്ന് പറയുന്നത്, അഥവാ ഈ സ്വപ്നത്തിലൂടെ ഞാൻ സാക്ഷാത്കരിക്കേണ്ടിയിരിക്കുന്നത് എന്റെ നാഥന്റെ കൽപ്പനകളെയാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പുറപ്പെടുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ കൈപിടിച്ച് നടക്കാൻ പ്രായമായ കുഞ്ഞിനെയും ചേർത്ത് വെച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരു പിതാവുണ്ട്. ആ പിതാവ് എവിടേക്ക് പോകുന്നു എന്ന് കൊഞ്ചി കൊഞ്ചി വർത്തമാനം പറയുന്ന തന്റെ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത്, ഇന്നീർ അറാഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ നിന്നെ കണ്ടിരിക്കുന്നു, അന്നീ അതുബഹുക, നിന്നെ അറുക്കണം എന്ന ഒരു കൽപ്പന എനിക്ക് ലഭിച്ചിരിക്കുന്നു, നിന്നെ അറുക്കണമെന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു എന്ന് സുദീർഘമായി സൂറത്തു സ്വാഫാത്തിന്റെ ഒരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുമ്പോ ആ മകൻ പറഞ്ഞു കൊടുക്കുന്ന മറുപടി, യാ അബത്തി ഫഅൽ സതജിദുനി ഇൻഷാ മാ തുമർ, എന്താണോ താങ്കളോട് കൽപ്പിക്കപ്പെട്ടത് ആ കൽപ്പിക്കപ്പെട്ടത് താങ്കൾ ചെയ്തു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, താങ്കൾക്ക് എന്നെ സബറുള്ളവന്റെ കൂട്ടത്തിൽ എന്താണോ റബ്ബിന്റെ കൽപ്പന ആ കൽപ്പനക്ക് വിധേയപ്പെടുന്നവനായിട്ട് താങ്കൾക്ക് എന്നെ കാണാൻ കഴിയും. സ്വന്തം കഴുത്തിലേക്ക് കത്തിവെക്കുന്നതിനേക്കാൾ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അസഹനീയമാണ് സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെക്കുക എന്നത്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ, വളരെ മനോഹരമായ ഗംഭീരമായ ഒരു മൗനം വിശുദ്ധ ഖുർആൻ പാലിക്കുന്നുണ്ട്. ഫലമ്മ അസ്ലമ, അവർ രണ്ടുപേരും മുസ്ലിങ്ങളായപ്പോൾ, ബലിയുടെ മർമ്മം അവിടെയാണ് നമ്മൾ തിരിച്ചറിയുക. ഫലമ്മ അസ്ലമ, അവർ രണ്ടുപേരും മുസ്ലിങ്ങളായപ്പോൾ, അവിടെ ഒരു മൗനമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചത്. ആ മൗനത്തിന് പക്ഷേ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ വർണ്ണിച്ചിടത്തും വരച്ചു വെച്ചിടത്തും 1000 നാവുകളിൽ നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. താങ്കൾ ഇപ്പോൾ ഒരു പ്രവാചകനാണ്, താങ്കളെങ്ങാനും ഈ ബലിയിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ, താങ്കളുടെ സമർപ്പണത്തിൽ നിന്ന് താങ്കൾ പിന്മാറുകയാണെങ്കിൽ, താങ്കളുടെ ബലിയിൽ താങ്കൾ പരാജയപ്പെട്ടു പോയാൽ താങ്കൾക്ക് സംഭവിക്കാൻ പോകുന്ന പരിക്ക് എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇസ്മായിലുമാരെ കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ദൗർബല്യങ്ങൾ, നമ്മുടെ ചാബല്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഇസ്മായിലുമാരെ കൊണ്ട് നടക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ആ ഇസ്മായിലുമാരുടെ കഴുത്തിൽ കത്തിവെക്കാൻ, അറുക്കേണ്ടടുത്ത് അറുക്കാൻ, ഒഴുക്കേണ്ടടുത്ത് ഒഴുക്കാൻ പ്രിയമുള്ളവരെ കഴിയുന്നതാണ് ബലി എന്ന് പറയുന്നത്. തക്ബീർ എന്ന് പറയുന്ന മുദ്രാവാക്യം പുതിയ കാലഘട്ടത്തിലെ വിഗ്രഹങ്ങൾക്ക് നേരെയുള്ള മുദ്രാവാക്യമാണ്. നമ്രൂദുമാരിങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ കല്ലും മരങ്ങളും നിറഞ്ഞ വിഗ്രഹങ്ങളെയല്ല അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കല്ലും മുള്ളും നിറഞ്ഞ അല്ലെങ്കിൽ മരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വിഗ്രഹങ്ങളുടെ കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്. വിധേയത്വത്തിന്റെ വിവിധ ഭാവങ്ങളിലൂടെ നമ്രൂദുമാർ താണ്ഡവ നൃത്തം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്രൂദുമാർക്ക് ഇബ്രാഹിമിമാരെ കത്തിക്കാനുള്ള അഗ്നികുണ്ഡം ഒരുക്കാൻ വേണ്ടി അപവാദങ്ങളിലൂടെ അപരാധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്രൂദുമാർക്ക് തീക്കുണ്ടാരങ്ങൾ ഒരുക്കാൻ വിറകുകൾ ശേഖരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ കാലത്ത് എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പറയാൻ ഹസ്ബിയല്ലാഹ് വ നിഅമൽ മൗല വ നിഅമൻ നസീർ, ഹസ്ബിയല്ലാഹ് നിഅമൽ വകീൽ, എനിക്ക് എന്റെ അല്ലാഹു മതി, അവനാണ് വരമേൽപ്പിക്കുന്നവരിൽ ഉത്തമൻ എന്ന് തീരുമാനിക്കാൻ ഒരു സത്യവിശ്വാസിയെ പ്രേരിപ്പിക്കുന്നതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം എന്ന് പറയുന്നത്. കത്തിക്കുന്നവർ കത്തിച്ചുകൊള്ളട്ടെ എന്ന് പറയും. അവർ ആളിക്കത്തുന്ന അഗ്നികുണ്ഡങ്ങളെ നോക്കി ഈ അഗ്നികളൊക്കെയും ഈ കൂട്ടരെ ഒക്കെയും വിഴുങ്ങിക്കളഞ്ഞേക്കുമെന്ന് അവർ തെറ്റിദ്ധരിക്കുമ്പോഴും ഇബ്രാഹിം ചരിത്രത്തിൽ ആദ്യമായി തീയിന്റെ വിപരീതമായ പ്രക്രിയ ചെയ്യാൻ, തീ കരിക്കാനുള്ളതാണ്, കത്തിക്കാനുള്ളതാണ്. പക്ഷേ തീയിനോട് നീ കരിക്കേണ്ടതില്ല, തണുപ്പും ശാന്തിയുമായി മാറണമെന്ന് പറയാൻ ആകാശത്തുള്ളവനുണ്ട് എന്ന ഉറച്ച ബോധ്യത്തിന്റെ പേരാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തവക്കുൽ എന്നത്. അഥവാ എന്റെ നേരെ വരുന്ന പ്രതിസന്ധികൾക്ക് മുമ്പിൽ, ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുടെയും വൈതരണികളുടെയും മുമ്പിൽ പ്രശ്നങ്ങളെ നിങ്ങൾ കടന്നു വന്നോളൂ, പക്ഷേ എന്നെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു നാഥനുണ്ട് എന്ന
എന്നെ കാത്തുവെക്കാൻ കഴിയുന്ന, എന്നെ സംരക്ഷിക്കാൻ കഴിയുന്ന റബ്ബിന്റെ ഇടപെടലുണ്ട് എന്ന തീർച്ചപ്പെടൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ബലിപെരുന്നാൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മെ പിന്നെയും ഓർമ്മിപ്പിക്കണം. അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരു ടീമായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടോ? ഈ ഉമ്മത്ത് മുസ്ലിമയുടെ ഐക്യബോധം എവിടെയാണോ നഷ്ടപ്പെട്ടു പോയത്, ഈ ഉമ്മത്ത് മുസ്ലിമയിൽ നിന്ന് നിങ്ങളുടെ മില്ലത്ത് എന്ന് പറയുന്ന ഇബ്രാഹിമി മില്ലത്ത്, നിങ്ങൾ ഉമ്മത്ത് മുഹമ്മദ് ആയിക്കൊള്ളട്ടെ, പക്ഷേ നിങ്ങളുടെ മില്ലത്ത് ഇബ്രാഹിമിന്റേതാണ് എന്ന് പഠിപ്പിച്ച ആ മില്ലത്ത് ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ പരാജിതരായി പോകും. നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് 4000 വർഷങ്ങൾക്കപ്പുറത്ത് നിന്ന് കടലും കരയും മരുഭൂമിയും എല്ലാം ഏറ്റെടുത്ത ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു സഞ്ചാരമുണ്ട്. അള്ളാഹുവിനെ തേടിയുള്ള ഒരു യാത്രയുണ്ട്. മുഹാജിറൻ ഇലല്ലാഹ് എന്ന് അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുന്ന ഒരു യാത്രയുണ്ട്. ആ യാത്രയെ നാം ഏറ്റെടുക്കേണ്ടതുണ്ട്. എവിടെ നിന്ന് ഏറ്റെടുക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യമേ ഓതിവെച്ച സൂക്തം, ഇബ്രാഹിമിന്റെ മില്ലത്തിനെ മാറ്റിവെച്ചവൻ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തു പോയ, അല്ലെങ്കിൽ സഫിഹ നഫ്സ, സ്വന്തത്തോട് തന്നെ വിഡ്ഢിത്തം പ്രവർത്തിച്ചു പോയവനാണ് അവൻ. ഈ ഇബ്രാഹിം ആര് എന്നവനറിയാം. ഇബ്രാഹിമിന്റെ പ്രവർത്തനങ്ങളെ അവനറിയാം. ഇബ്രാഹിം ഊതിക്കാച്ചിയെടുത്ത ഈമാനിലൂടെ നേടിയെടുത്ത വിജയത്തിന്റെ തക്ബീറിന്റെ ധ്വനി എന്ത് എന്ന് അവനറിയാം. അതിന്റെ സാരാംശങ്ങൾ എന്ത് എന്നറിയാം. അതേ ഇബ്രാഹിം ജീവിതത്തിൽ ഒരിക്കൽ നടത്തിയ വജ്ഹത്തു വജ്ഹിയ എന്ന പ്രഖ്യാപനം ഓരോ ദിവസവും 5 നേരം നടത്തുന്നവനാണ് ഞാൻ എന്നവനറിയാം. പക്ഷേ ആ ഇബ്രാഹിമിന്റെ ജീവിതത്തിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, അല്ലാമ ഇഖ്ബാൽ പറഞ്ഞതുപോലെ ആജ് ഹോജോ ഇബ്രാഹിം കാ ഈമാൻ പൈദ ആഗർ അന്ദാസ് ഗുലിസ്ഥാൻ പൈദ, ഇബ്രാഹിമിന്റെ ഈമാൻ ഇന്നും ഉണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലെ അഗ്നികുണ്ഡങ്ങളൊക്കെയും മലർവാണികളായി മാറുന്ന വിസ്മയം നിങ്ങൾക്ക് അനുഭവിക്കാമെന്ന് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചത് ഈദ് നമുക്ക് മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്നത് തക്ബീറാണ് എന്നതുപോലെ ഈദ് നമുക്ക് ഉയർത്തിപ്പിടിക്കുന്നത് നമ്മുടെ ബലി കൂടിയാണ്. തക്ബീറിന്റെയും ബലിയുടെയും ആവിഷ്കാരങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിന്റെ 137 സൂറത്ത് ഇബ്രാഹിമിലെ 37ാമത്തെ സൂക്തം പറഞ്ഞു വെക്കുന്ന ഒരു വർത്തമാനമുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സുദീർഘമായ പ്രാർത്ഥനകൾ നടത്തിയതിനു ശേഷം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു രംഗം. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം. ഞങ്ങളുടെ റബ്ബേ, റബ്ബന ഞങ്ങളുടെ റബ്ബേ, ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം. ഈ പരിശുദ്ധമായ നിന്റെ ഭവനത്തിന്റെ ചാരത്ത്, മൊട്ടക്കുന്നുകൾ നിറഞ്ഞു നിൽക്കുന്ന, മരുഭൂമികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ പരിശുദ്ധമായ നിന്റെ ഭവനത്തിന്റെ കാലത്ത് എന്റെ കുടുംബത്തിൽ നിന്ന്, എന്റെ സന്താന പരമ്പരകളിൽ നിന്ന് ചിലരെ ഞാനിവിടെ നിർത്തിയിട്ട് പോകുന്നു. റബ്ബന എന്തിനു വേണ്ടിയാണ് എന്നറിയുമോ? ലിയുഖീമുസ്സലാത്ത, നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി. അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നിലനിർത്തുന്ന ഒരു തലമുറയെ ഞാനിവിടെ നിലനിർത്തിക്കൊണ്ടു പോകുന്നു. ഫജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹിം വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. പടച്ചവനെ, അവർക്ക് നീ അന്നം കൊടുക്കണം, അവരിലേക്ക് നീ ജനങ്ങളുടെ ഹൃദയങ്ങളെ അടുപ്പിച്ചു കൊടുക്കണം, അവർക്ക് വേണ്ട ഭൗതിക സൗകര്യങ്ങൾ കൊടുക്കണം. പകരം അവർ നിന്റെ മാർഗത്തിൽ നിലയുറപ്പിക്കാൻ കഴിയുന്ന ഒരു സംഘത്തെ ഞാനിവിടെ അവശേഷിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത്, ഈ ബലിപെരുന്നാൾ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഉയർത്തിത്തരുന്ന ഏറ്റവും വലിയ സന്ദേശം നമ്മുടെ മക്കളെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെ കുറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, പടച്ചവനെ, ഞങ്ങളൊരു വല്ലാത്ത കാലത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. നമ്രൂദിന്റെ തൊപ്പിയണിഞ്ഞ്, നമ്രൂദിന്റെ ചെങ്കോലണിഞ്ഞ് ഞങ്ങൾക്ക് ചുറ്റും താണ്ഡവ നൃത്തമാടിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഒരുപാട് ശക്തികളെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, അധികാരമുണ്ട്, സമ്പത്തുണ്ട്. അവർ ഞങ്ങളെ വേട്ടപ്പട്ടികളെ പോലെ ചാടി ആക്രമിക്കാൻ കാത്തു നിൽക്കുന്നു. അപമാനം
കൊലപാതകങ്ങൾ കൊണ്ട് അപരാധികളാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ കയ്യിൽ മാധ്യമങ്ങളുണ്ട്, അവരുടെ കയ്യിൽ ആൾബലമുണ്ട്, അവരുടെ കയ്യിൽ എല്ലാം ഉണ്ട്. നമ്രൂദുമാരിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് അല്ലാഹുവേ, നിന്റെ ദീനിനെ മുറുകെ പിടിക്കാൻ കഴിയുന്ന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം. ഈ കാലഘട്ടത്തിൽ എന്റെ മക്കളെ, എന്റെ കുടുംബത്തെ, എന്റെ കുടുംബാംഗങ്ങളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും വിധത്തിൽ ഞാൻ അവരെ പ്രാപ്തരാക്കിയിരിക്കുന്നു. അവരുടെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു മർമ്മമുണ്ട്. അവരുടെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരച്ചു വെച്ച ജീവിതത്തിന്റെ ഒരു മനോഹരമായ ആവിഷ്കാരമുണ്ട്. അവരുടെ മുമ്പിൽ മഹാന്മാരായ പ്രവാചകന്മാർ ഓരോരുത്തരും നടന്നു നീങ്ങിയ വഴികളിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന ഈമാനിന്റെ ഊർജവും തന്റേടവുമുണ്ട്. അവരുടെ മുമ്പിൽ ജീവിത വീക്ഷണമുണ്ട്. അവരുടെ മുമ്പിൽ സർവോപരി പരലോകം ലക്ഷ്യം വെക്കുന്ന, സ്വർഗത്തെ സ്വപ്നം കാണുന്ന, ആ സ്വപ്നം കാണുന്ന സ്വർഗത്തിന് വേണ്ടി നിരന്തരം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന, അതിന്റെ മുമ്പിൽ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയുന്ന ഈമാൻ കരുപ്പിടിപ്പിച്ച ഒരു കൂട്ടരുണ്ട്. അവർക്കിരിക്കാനുള്ള കൊമ്പുകൾ ഒക്കെ മുറിച്ചു മാറ്റപ്പെടട്ടെ. അവർക്കിരിക്കാനുള്ള എല്ലാ കൊമ്പുകളും മുറിച്ചു മാറ്റിയാൽ അവർക്ക് പറക്കാനുള്ള ആകാശം വിശാലമാണ് എന്നവർ തിരിച്ചറിയും. അവർക്ക് പറക്കാനുള്ള ആകാശം വിശാലമാണെന്ന് തിരിച്ചറിയുക മാത്രമല്ല, ആ ആകാശത്തേക്ക് പറന്നുയരാനുള്ള ചിറകിന്റെ ശക്തി അവരുടെ റബ്ബ് അവർക്ക് പകർന്നു നൽകിയിട്ടുണ്ട് എന്നവർ തിരിച്ചറിയും. എന്റെ മക്കളിലുണ്ട് അങ്ങനെ ഒരു സംഘം, എന്റെ കുടുംബത്തിലുണ്ട് അങ്ങനെ ഒരു സംഘം. അഥവാ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളാൻ കഴിയുന്ന ഒരു തലമുറയെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും രൂപീകരിച്ചെടുത്തതുപോലെ, ഹാജറയിലൂടെ നിർമ്മിച്ചെടുത്തതുപോലെ അല്ലാഹു അക്ബർ എന്ന തക്ബീറിനെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന, വലില്ലാഹിൽ ഹംദ് അവനാണ് സ്തുതി എന്ന് ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കാൻ കഴിയുന്ന ഒരു തലമുറയുണ്ട് എന്ന ആത്മബോധത്തെ ക്രമീകരിക്കലാണ് പ്രിയമുള്ളവരെ ഈദ് എന്ന് അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ നിലകൊള്ളാൻ കഴിയുന്ന നല്ല ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന, അല്ലാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.